പോണ്ടേ? പോവാ. എവിടെയാ പോന്ന്? രണ്ട് സാധനം വാങ്ങണം. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. ദുബായിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ ആയിരിക്കും അല്ലേ. സാറ്റർഡേ എല്ലാ സ്ഥലത്തും സാറ്റർഡേ ഫേവറേറ്റ് ഡേ ആണ്. കാരണം വർക്ക് പ്രഷറൊന്നും ഇല്ലാതെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം, അതുപോലെ കുട്ടികളുമൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാം, റിലാക്സ് ആയിട്ട് ഇരിക്കാം. നമുക്ക് മീ ടൈം എന്ന് പറയുന്ന പോലെ നമ്മളുടേതായ ചിന്തകളും അല്ലെ വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. വസന്ത ഭവൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടെ ദുബായിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. വസന്ത ഭവൻ കിസൈസ് ബ്രാഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു 4-5 വർഷമായിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് അല്ലേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ എല്ലാ വീക്കെൻഡും പിന്നെ പോവാറുണ്ട്. പിന്നെ നമ്മളെ പേരൻസിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ അവരെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വസന്ത ഭവനിലെ ഫുഡ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഉറപ്പായിട്ട് അവിടുത്തെ മസാല ദോശയും വടയാണ് നല്ല ടേസ്റ്റ്. പിന്നെ ചായയും നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊരു വെജ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വസന്ത ഭവൻ ട്രൈ ചെയ്യാം അല്ലേ. വസന്ത ഭവൻ, അതിൻ്റെ അടുത്ത് തന്നെ അമൃത ഉണ്ട്. പിന്നെന്തായിരുന്നു ഉള്ളത്, കമ്മത്തുണ്ട്. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് എന്നാലും അഫോർഡബിൾ ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും തോന്നിയത് വസന്ത ഭവൻ തന്നെ. ഇതൊക്കെ നാട്ടിൽ തന്നെയുള്ള റെസ്റ്റോറന്റ് ആണ് വസന്ത ഭവൻ. പക്ഷെ ക്വാളിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നാട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഇവിടെ മുനിസിപ്പാലിറ്റി നിന്നൊക്കെ ഇൻസ്പെക്ഷൻ, ഹൈജീനിന്റെ കാര്യമാണെങ്കിലും ഫാർ ബെറ്റർ ആണ് നാട്ടിലുള്ളതിനേക്കാളും. ക്വാളിറ്റിന്റെ കാര്യത്തിലും കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട് നാട്ടിലത്തേനെ അപേക്ഷിച്ചിട്ട് കേട്ടോ. അത്യാവശ്യം വീക്കെൻഡിലൊക്കെ നല്ല തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പം വെജ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരില്ല എന്നല്ല, വെജാണ് എക്സ്പെൻസീവ് എല്ലാ സ്ഥലത്തും. ഇവിടെ അങ്ങനെ തന്നെയാണ്, എക്സ്പെൻസീവ് ആണ്. നമ്മൾ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്, അതായത് നോൺ ഐറ്റംസ് ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവ് ആണിത്. പക്ഷെ എന്നാലും നല്ല തിരക്കാണ്, നല്ല ക്വാളിറ്റി ആയിരിക്കും. അതെ. പിന്നെ അതിപ്പോ വെജ് മാത്രമല്ല, നോൺ വെജ് ഉള്ള കിട്ടുന്നിടത്തും പിന്നെ ഇവിടെയല്ലേ ക്വാളിറ്റി കൂടുതൽ. അതെ അതെ അതെ, ക്വാളിറ്റി വ്യത്യാസം ഇവിടെ തന്നെയാണ്. കാരണം അതിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൃത്യമായി ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റും അവര് പിന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ സെഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോറി, ലാസ്റ്റ് വീഡിയോ നമ്മൾ വിഷുവിൻ്റെ അന്നാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണ് സെഷൻ വരുന്നത്, അല്ലെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പേഴ്സണൽ സെഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ കൂടുതലായിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ചെറിയ കുട്ടികളാണ്. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 to 30 ഇയേഴ്സിൽ 25 ഇയേഴ്സിനുള്ളിലുള്ള ആൾക്കാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷന് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ. എന്നെ ഭയങ്കരമായിട്ടൊക്കെ അത്ഭുതപ്പെടുത്തി. എത്ര കുട്ടികളാണെന്ന് അറിയാനോ ഡിപ്രഷന് വേണ്ടിയിട്ട് ഇപ്പോൾ മെഡിസിൻ എടുക്കുന്നത്. കാരണം അവർക്കൊക്കെ എല്ലാവരും അടുത്തുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിബ്ലിങ്സ് അടുത്തുണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഇവര് ഒറ്റപ്പെട്ടിട്ടാണെന്ന് ലോൺലിനെസ്. അതിന്റെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ഏറ്റവും കൂടുതൽ വേൾഡിൽ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 15 to 25 ഇൻ ബിറ്റ്വീൻ ആണ് കൂടുതലായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടാവും, അതിന്റെ കാരണമായിരിക്കും. ചിലപ്പോൾ ഒറ്റപ്പെടുന്ന എന്നുള്ള അവസ്ഥ, അങ്ങനത്തെ ഒരുപാട് റീസൺ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഒറ്റപ്പെടുന്നത്. മെയിനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയും റീൽസിലും ഇതുപോലെയൊക്കെയാണ് ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ഫോണില്ലാത്ത കാലത്ത് നമുക്ക് ലൈഫ് ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു ലൈഫ് ശരിക്കും ഇപ്പം മിസ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരുമായിട്ടും സംസാരിച്ചിരിക്കുക, ഫാമിലി ഗെറ്റ് ടുഗദർ ഒരുപാട് നമ്മൾ സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇപ്പം വെക്കേഷൻ ടൈമിലൊക്കെ എനിക്കുള്ള മെമ്മറി, നമ്മൾ ഒരുമിച്ച് ചക്ക മുറിച്ചിടുക, കഴിക്കുക, മാങ്ങ കഴിക്കുക, കളിക്കാൻ പോവുക അല്ലെ. എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹബന്ധമായിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഞാനൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്ന് പറയുന്നത് നമ്മളൊരു ഈ ടി വി ഒക്കെ ഉണ്ട്, മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ
ഇപ്പം ഒരു 1 കിലോമീറ്ററിനുള്ളിലുള്ള വീട് എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് ആ വീടിന്റെ ഉള്ളിലൊക്കെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മൾ കളിക്കുകയാണെങ്കിലും ആ ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള നമ്മളെ ജനറേഷനിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം കളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഓടിച്ചെന്നാ വീട്ടിൽ കയറി ചെല്ലുക, നമ്മൾ ആ വീടിന്റെ അടുക്കളയിൽ വരെ പോകാനുള്ള ഒരു ഫ്രീഡം ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു ഇതായിരുന്നു ആ ബന്ധങ്ങൾക്കൊക്കെ. ഇപ്പം എത്ര ആൾക്കാർ അതേപോലെ പുറത്തിറങ്ങുന്നുണ്ട്, ഇതേപോലെ ഒരു വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. പേടിയാണ് എല്ലാവർക്കും. അപ്പോ ആ ഒരു കാലഘട്ടം ഒന്നും ഇനി കിട്ടില്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഇപ്പോഴത്തെ, അതായത് നമ്മളെ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ആ ചൈൽഡ്ഹുഡിൽ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവം ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും സ്വന്തമായിട്ട് അത് റിക്കവർ ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് കഴിവ് അങ്ങനത്തെ കുറെ സംഭവങ്ങളോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പം ഈ പിന്നെ അതായത് വീട്ടിൽ നിന്ന് വിടില്ല, കളിക്കാൻ വിടില്ല, എവിടെയും വിടില്ല, അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി പേരൻസ് വളർത്തുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് കുട്ടികൾക്ക് സോഷ്യൽ ആങ്സൈറ്റിയാണ്. ആൾക്കാരെ കാണുമ്പോൾ പേടി, സംസാരിക്കാൻ പേടി, അതായത് ഷിവറിങ് വരിക, സ്വെറ്റ് ചെയ്യുക. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കണ്ട് പരിചയമില്ല, പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പരിചയമില്ല, പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് പരിചയമില്ല. അതാണ് എക്സാക്ട്ലി. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ തന്നെ നമ്മളെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. കാലത്ത് ഒരു പരിധി കൂടുതൽ നമ്മളെ പേരൻസ് നമ്മളെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യോ? ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയിലും കാര്യങ്ങളിലൊക്കെ ഇതാവും. നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നമ്മൾ അവരോട് ഷെയർ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും. നമ്മൾ ഒരുപാട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യായിരുന്നു, ഒരുപാട് പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട്, അല്ലേ? ഇപ്പോൾ എത്ര ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്? വളരെ കുറവാണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ 2K കിഡ്സ് 90 കിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാ അതെന്തെങ്കിലും ആവട്ടെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവര് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാത്തോടത്തോളം അവരൊരു റൂമിന്റെ ഉള്ളിൽ ഇപ്പം ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്. നമ്മള് എന്താ പറയാ, ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താന്നുള്ളത്. നമ്മളൊക്കെ കേട്ട് പരിചയം പോലില്ല. ഞാനൊക്കെ ഇപ്പോഴാണ് അങ്ങനത്തെ സാധനം കേൾക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അതെന്താന്നുള്ളത്, കേൾക്കാനുള്ളത്. അതെ. അപ്പോ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക്, കാരണം അവർക്ക് വേറെ എന്താണ് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്താ ഇതിൻ്റെ ഉള്ളില് ഏറ്റവും ഈസി ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അവർക്ക്, പിന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു രസം ആസ്വദിച്ചു പോകുന്നു. അപ്പം അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് അവരെന്നെ അത് ഫേസ് ചെയ്യണ്ട. വേറെ ആർക്കും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ഷനും ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അവരോട് പിന്നെന്താ പറയാ അഡ്വൈസ് ചോദിക്കുക, വീട്ടിലുള്ള ആൾക്കാരായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുക. ഇതിപ്പോ നമ്മളെല്ലാവരും വേറൊരാളായി കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്, ട്രസ്റ്റ് ഇഷ്യൂ വരുന്നത്. അയ്യോ അവരതല്ലേ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലീജിയനിൽ പെട്ട ആളിങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ജാതിയിലുള്ള ആളിങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ലൊക്കേഷനിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ പോലെ തന്നെ നമ്മളെല്ലാവരെയും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ലോകം തന്നെ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടുള്ള വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പ്രശ്നം അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ത്രെഡ്സ് എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ അവർ മേലോട്ട് നോക്കി നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആരോട് ഷെയർ ചെയ്യാൻ കുറച്ച് ആൾക്കാർ പോലും ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ എന്താ പറയാ ഇപ്പൊ കാണുന്ന ഓരോ ഡിപ്രഷൻ ഇതിലേക്കും, അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ്, അത് ഞാൻ പറയുന്നില്ല എന്താന്നുള്ളത്, അതിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ക്ലാസ്സിൽ വന്നിട്ട് എത്രയോ ആൾക്കാർ മാറിയിട്ടുണ്ട്. ആ ക്ലാസ് എന്ന് പറയുന്നത് തന്നെ ഗ്രൂപ്പ് ക്ലാസ് ആകുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ഇന്ററാക്ഷൻ വരുന്നില്ലേ? അതെ ശരിയാണ്. അപ്പൊ പിന്നെ അതിൽ ചെയ്യുന്ന മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ ഒക്കെ അവർ മെഡിസിൻ ഒക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവർ പഴയതിനേക്കാൾ നല്ലൊരു ലൈഫ് അവർക്ക് കിട്ടി. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ജോലിയിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ലൈഫ് പാർട്ണറെ കണ്ടെത്തുന്നു. അൾട്ടിമേറ്റ് അവർ നമുക്ക് എല്ലാവരും ലക്ഷ്യം എന്താ, ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടൊരു ഉറക്കം, അത് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾ അറിയുന്നുണ്ടല്ല, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അനിയനോ അനിയത്തിയോ ഡിപ്രഷനിലാണ് എന്നുള്ളത്. അവരുടെ അടുത്തൊക്കെ പോയിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ തന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത്, മീൻസ് ഇങ്ങനെയൊക്കെ സംസാരിക്കാം, ഇങ്ങനെയൊക്കെ പറയാം, വീട്ടിലുള്ള ആൾക്കാരെ ആസ് എ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. അതവർക്ക് അറിയൂല. ഇപ്പോഴത്തെ ആ ഒരു 4 ചുവരിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയോ ആണ്. നമ്മളങ്ങനെ വിഷമിക്കുന്ന ഒരാളെ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവർ പാതി ഓക്കെ ആയി. നമ്മൾ അവരെ ലിസൺ ചെയ്യുക, കേൾക്കുക, എന്താണ് അവരുടെ പ്രോബ്ലംസ്, നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക,
അവരെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മളുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് അവൈലബിൾ ആവുക നമ്മൾ. അപ്പോൾ തന്നെ അവരെ പ്രോബ്ലംസ് ഒരു 90% മാറും. വസന്ത ഭവനിലെത്തി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട്, മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് ടൈമിൽ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും. നമ്മൾ രണ്ടുപേരും മസാല ദോശ, വട, ചായയാണ് ഓർഡർ ചെയ്ത്. സ്ഥിരം 5 വർഷമായിട്ട് ഇത് തന്നെയാണ് ഇവിടുന്ന് കഴിക്കാറ് നമ്മൾ. നല്ല ടേസ്റ്റാണ്. 5 വർഷമായിട്ട് നമുക്ക് ഇത് മടുത്തിട്ടില്ല ഇവിടുത്തെ ഫുഡ്. ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പം നമ്മൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് അറിയില്ല, തമിഴ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ചായ നല്ല ടേസ്റ്റാണ് അല്ലേ. അതുപോലെ അവിടുത്തെ പിന്നെ മസാല ദോശയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമ്പയർഡ് ടു കേരളയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ മലയാളികളുടെ മസാല ദോശേക്കാളും ടേസ്റ്റാണ് അവരുടെ. ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ ഭയങ്കര ഹൈജീനിക്കുമാണ്. നമുക്ക് നോൺ വെജ് ഉള്ള റെസ്റ്റോറൻറ്റിൽ പോയാൽ വേറെ തന്നെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാറില്ലേ. അങ്ങനെ വസന്ത ഭവനിൽ ഇറങ്ങി മസാല ദോശ, വട ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിറങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 11:45 ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് സിറ്റി സെൻറ്ററിലല്ലേ? സിറ്റി സെൻറ്ററിലേക്കല്ലോ. ഇത് ദേറ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ ചെറിയൊരു പർച്ചേസ് അപ്പോൾ ചെറിയൊരു പർച്ചേസ് ഉണ്ട്. അതിനായിട്ട് സിറ്റി സെൻറ്ററിലോട്ട് പോവാണ്. ഞാൻ എൻ്റെ ഇവിടെയുള്ള 9 to 5 ജോബ് ഒഴിവാക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് ഈ ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടൈമിലാണ് നമ്മളുമായിട്ട് കൂടുതൽ ക്ലോസ് ആവുക. നമ്മളോട് തന്നെ ഒരുപാട് സംസാരിക്കും. ഒരുപാട് ഇമാജിനേഷനായിരിക്കും ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. അതുപോലെ നമ്മളോട് കുറച്ചും കൂടെ ഒരു കണക്ഷനിലേക്ക് എത്തുക ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്കത് മിസ് ചെയ്യുന്നത് അതാണ്. പക്ഷേ ഞാൻ ഈ ഒരു ലൈഫിൽ വളരെ ഹാപ്പിയാണ്. 9 to 5 ജോബ് എപ്പോഴാണോ ഞാൻ ഒഴിവാക്കിയത്, അപ്പോഴാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഫ്രീഡം ഞാൻ അനുഭവിക്കുന്നത്, എനിക്ക് ഫ്രീഡം കിട്ടിയത്. നമ്മുടെ ആയുർവേസ്യ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, കുറച്ച് പേർക്ക് കേട്ടിട്ടുണ്ടാവും. ആയുർവേസ്യ പെയിൻ റിലീഫ് ഓയിലും അതുപോലെ നമുക്ക് ഹെയർ ഓയിലും ഉണ്ട്, പിന്നെ ബേബി ഓയിലും ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹെയർ ഓയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പം നമുക്ക് പോലുള്ള ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ ഡാൻഡ്രഫ് മാറാനും പിന്നെ നരച്ച മുടിക്ക് ബ്ലാക്ക് ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡ് തരാനുള്ള ഒരു നാച്ചുറലായിട്ട് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. ഇനിയിപ്പം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് തല നരച്ച മുടി കംപ്ലീറ്റ് പെർമനൻ്റ് ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് തരുന്ന ഒരു പിന്നെ ഓയിലാണ്. അത് സാധാരണ രീതിയിൽ നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത് പോലെ എല്ലാം അരച്ച് പിഴിഞ്ഞ് കാച്ചിയെടുക്കുന്ന ഓയിലല്ല. അത് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ മുടി കറക്കാനുള്ള കടുക്ക, താനിക്ക, നെല്ലിക്ക അതുപോലെ ഒരുപാട് ഔഷധ കൂട്ടുകൾ ഇട്ടിട്ട് നമ്മൾ 41 ദിവസം ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫാദറാണ് ചെയ്യുന്നത്. കാരണം ഫാദറിൻ്റെ അച്ഛൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു വൈദ്യർ. അവരുടെ രഹസ്യക്കൂട്ടാണ് ഇതൊക്കെ. അപ്പം എൻ്റെ അച്ഛനാണ് അത് ചെയ്യുന്നത്. അപ്പം 41 ദിവസം ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിട്ട് എടുക്കുന്ന ഓയിലാണ്. അതിൻ്റേതായ ഭൂമിയുടെ ചൂടിലാണ് അത് തിളക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഇപ്പം നമ്മളതിൻ്റെ സാമ്പിൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. പിന്നെ പെയിൻ റിലീഫ് ഓയിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ടാണ് അല്ലേ പെയിൻ റിലീഫ് ഓയിൽ കിട്ടുന്നത്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആൾക്കാർ പറയുമ്പോഴാണ് ഇത്രയും ഇതിന് റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അതായത് വെരിക്കോസ് വെയിൻ കൊണ്ടുള്ള അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രണം കേട്ടോ. അത് വെരിക്കോസ് വെയിൻ പൊട്ടിയിട്ടുണ്ടാകുന്ന പുണ്ണ് വ്രണം എന്ന് പറയും. അതൊക്കെ കംപ്ലീറ്റ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഒരുപാട് മെഡിസിൻ എടുത്തിട്ട് മാറാത്ത കാര്യമാണ് ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഓയിൽ കൊണ്ട് മാറുന്നത്. പിന്നെ യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരിപ്പോൾ കൂടി വരികയാണല്ലേ. ഉപയോഗിച്ച ആൾക്കാർ തന്നെ ആൾക്കാരോട് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതലും പർച്ചേസ് ഓർഡേഴ്സ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ദുബായിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടേക്ക് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതാണ് പറയുമ്പോഴാണ് വരുന്നത് ദുബായിലോട്ട്. അതൊരു എന്തായാലും 4-5 മന്ത് കൊണ്ട് തന്നെ ദുബായിൽ അത് ഇവിടെ എത്തും. ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട് UAE. നമുക്ക് നാട്ടിലുള്ള പോലെ നമുക്ക് അങ്ങനെ
അങ്ങനെ ഇവിടെ സെല്ല് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ വേയിൽ മാത്രമേ എല്ലാം ചെയ്യാൻ പാടുള്ളൂ. അതിന് നമ്മൾ മുനിസിപ്പാലിറ്റി അപ്രൂവൽ, MOH അപ്രൂവൽ, അതേപോലെ നമ്മളിവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് ഇപ്പോൾ. ഒരു 4-5 മന്ത് കൊണ്ടാണ് എല്ലാം ക്ലിയർ ആവും. അതെ, ഇവിടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കിവിടെ കൊറിയർ സർവീസ് ഉണ്ടാവും അല്ലേ, ഓർഡർ. പിന്നെ ആമസോണിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ബൾക്കായിട്ട് നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ദുബായിലോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. കാരണം ഇപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതായത് ഈ ഒരു ഓയിൽ ഇപ്പം കാലിനൊക്കെ ഭയങ്കരമായിട്ട് വേദനയുള്ള ആൾക്കാർ, ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഈ ഒരു ഓയിൽ തേക്കുമ്പോൾ നല്ല അത് നെർവസ് സിസ്റ്റം ഒക്കെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് ഉറക്കത്തിലോട്ട് പോകാനുള്ള ആ ഒരു ലെവലിലോട്ട് നമ്മൾ നെർവസ് സിസ്റ്റം ആ ഒരു ലെവലിലോട്ട് മാറും. ഈ ഒരു ഓയിലിന് അത്രയും ഗുണമുണ്ട്. കാരണം ഇത് നേരെ ബ്ലഡിലോട്ട് ഇറങ്ങി ചെന്നിട്ടാണ് ഇതിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ യൂസ് ചെയ്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞങ്ങൾ പേഴ്സണലി ഈ ഹെയർ ഓയിലാണ്, നമ്മൾ ഹെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. കാരണം നമുക്കിവിടെ ദുബായിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നേരിടുന്ന പ്രശ്നം എന്താ? ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹാർഡ് വാട്ടർ കൊണ്ട് നമ്മൾ ഭയങ്കര ഡ്രൈ ആവുകയാണ് മുടി. നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ലേ? കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഈ ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ ഡാർക്ക് കളർ ഷെയ്ഡുള്ള ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയോടെ എല്ലാവർക്കും ഇപ്പം. ഒന്ന് തല ഒന്ന് ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചീകി കഴിഞ്ഞാൽ ഫുൾ പൊടി വീഴുകയാണ്. അപ്പം മീറ്റിങ്ങിന് പോകുമ്പോൾ ഒക്കെ നമുക്കൊരു ഷെയിം ഫീലിങ്. ഞാൻ മെഡിക്കൽ റെപ്പായി എടുക്കുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് ജെൻസിൻ്റെ ഒക്കെ ബ്ലേസേഴ്സിൽ ഇങ്ങനെ വൈറ്റ് പൊടി. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു യക്ക് ഫീലിംഗ് ആണ് അല്ലേ. അപ്പം ആ ഒരു ഷെയിമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഈ 2 യൂസ് തന്നെ കേട്ടോ. നമ്മൾ പേഴ്സണലി അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 യൂസ് തന്നെ അത് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള സ്കാൽപ്പ് തരും. ഡ്രൈ സ്കാൽപ്പൊക്കെ മാറിയിട്ട് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യാനുള്ള ആ രീതിയിലെത്തും സ്കാൽപ്പ്. അപ്പോൾ ദുബായിൽ അത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ ഓയിൽ എപ്പോഴാണ് എത്തുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ മുടി കൊഴിച്ചൽ നല്ലോണമുള്ള ആൾക്കാർ, അതായത് തൈറോയിഡ് സംബന്ധമായിട്ടും ഭയങ്കരമായിട്ട് ഇപ്പം പോസ്റ്റ് പാർട്ടം ഹെയർ ലോസ് ആണെങ്കിലും സ്ട്രെസ് കൊണ്ടുള്ള ഹെയർ ലോസ് ആണെങ്കിലും, കാരണം ഈ ഓയിൽ തേക്കുമ്പം തലയ്ക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ തല ചൂടാവുന്ന, ഇപ്പം നമുക്ക് സമ്മറാണ്, അപ്പം തല ചൂടാവുന്നതൊക്കെ മാറി ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പം തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ആക്ടിവേറ്റ് ആവും, ഹെയർ ഗ്രോത്ത് നടക്കും. നമ്മൾ സിറ്റി സെൻറ്ററിലെത്തി. സ്ഥിരം അധിക വീക്കെൻഡും വേറെ സിറ്റി സെൻറ്ററാണ് പ്രിഫർ ചെയ്യാറ്. എന്താണെന്നറിയില്ല. നമ്മൾ മൂവി കാണാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വരാറ്. കുറച്ചും കൂടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള പോലെ തോന്നും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കൊരു ഹെഡ്ഫോൺ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം JBLൻ്റെ ഒരു ഹെഡ്ഫോൺ ഞങ്ങൾ പർച്ചേസ് ചെയ്തു ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഷോപ്പിങ്ങിന് എന്നുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. ആദ്യം ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. അവിടെ ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ ഫോമൽ ഡ്രസ്സാണ് ഇവിടെ കൂടുതലുള്ളത്. എനിക്കിപ്പം കറക്റ്റ് ഫോമൽ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ. സെമി ഫോമലോ അല്ലെങ്കിൽ കാഷ്വലോ മാത്രമാണ് എനിക്കിപ്പോൾ വേണ്ടത്. ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം വാങ്ങിക്കാറ് ഇപ്പോൾ ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് വാങ്ങിക്കാറ്. എനിക്കറിയില്ല, ഓരോ ടൈമിൽ ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമുക്ക്. ഒരു കാലത്ത് ഞാൻ ജീൻസ് ടോപ്പ് ആ ഒരു ടൈപ്പ് മാത്രമേ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഫ്രോക്കിനോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ. പക്ഷേ ഈ ഒരു ഫ്രോക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് കിട്ടി. അത് കളക്ഷൻ പിന്നെ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അതെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വൈറ്റ് കളറ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ കൂടെ ഗോൾഡൻ ആക്സസറീസും കൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ റോസ് ഗോൾഡ് ആക്സസറീസും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ട്രയൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഞാൻ ട്രയൽ റൂമിലേക്ക് പോയി. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ഫ്രോക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ രീതിയിലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ അത് പാളി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ രീതിയിലുള്ള മെറ്റീരിയൽ ആയിരുന്നില്ല, അത് കുറച്ചും കൂടെ കട്ടിയുള്ള മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിറ്റി സെൻറ്റർ ഷോപ്പിംഗ് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കാരണം വീട്ടിൽ പോയിട്ട് നമ്മളൊരു ലൈബ്രറി ഷെൽഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഫേസ് കണ്ടെന്നറിയാം, കുറച്ച് ടയേർഡായി. കുറച്ച് നേരം നമ്മൾ പിന്നെ പുറത്ത് ആയതുകൊണ്ട് ഫോണുമായിട്ട് ഡിറ്റാച്ച്ഡായി നിൽക്കുകയായിരുന്നു. നമുക്കിത് കഴിഞ്ഞ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ ബൈ. അപ്പോൾ വീഡിയോയിൽ കാണാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.